Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026-2027 പുതുവർഷഫലം നമുക്കൊന്ന് നോക്കാം. മലയാള മാസം 1202 ആണ്ട് ചിത്തിര നക്ഷത്രത്തിന് 7:59 AM സംക്രമണം നടക്കുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഫലമൊന്നും നോക്കാം. ഇത് ഒരു വർഷത്തെ ഫലമാണ്. അപ്പൊ ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളുടെ ട്രാൻസിഷന് നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. സപ്പോസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശനിയുണ്ട്. അതുപോലെ ശനിയുടെ ട്രാൻസിഷൻ 2.5 വർഷമാണ്. പക്ഷെ ശനി അടുത്ത വർഷം മാറുന്നുണ്ട്. അതേമാതിരി വ്യാഴത്തിന്റെ 1 വർഷമാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഗോചാരം ഒന്നും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇടയ്ക്കത്തെ ഈ പറയുന്ന വ്യാഴത്തിന്റെ ആയിട്ടുള്ള ചേഞ്ച്. അതുപോലെ ഈ വർഷം തന്നെ രാഹുവും കേതുവും മാറുന്നുണ്ട്. അപ്പൊ അത് മേജറായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. രാഹു കേതു മാറുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് ശനി നോക്കിക്കഴിഞ്ഞാലും അല്ലെന്നുവരിയിലെ വ്യാഴമൊക്കെ നോക്കിയിട്ട് പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ മാത്രം കൊണ്ടുത്തരുന്നതാണ്. അപ്പം ഈ ഒരു ഗ്രഹത്തിൻ്റെ പകർച്ചയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില നല്ല ഗുണങ്ങളിൽ വ്യാഴം കൊണ്ടുത്തരുമ്പം അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള 1-2 ഗ്രഹമാണ് ഈ രാഹു കേതുക്കളെ. സാധാരണ ഗ്രഹങ്ങളെല്ലാം മുമ്പോട്ടാണ് കറങ്ങുന്നത് ക്ലോക്ക് വൈസ്. അപ്പൊ ഈ രാഹു കേതുക്കളെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ഈ ജൂൺ 2 വ്യാഴം മാറുകയുണ്ടായി. അതിനുശേഷം ശനി വക്രത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ പല കേസിലും ഈ വക്രത്തിൽ ഈ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ബർത്തിയായിട്ടിലെ ശനിയും വ്യാഴവും ഒക്കെ വക്രത്തിലാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് വക്രത്തിലുള്ള സമയത്ത് അഫക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ വ്യാഴം ബർത്തിയായിട്ടിലെ വക്രത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ വ്യാഴവും ചന്ദ്രനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ജനിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും വേറെ സ്ഥലത്ത് ജോലി ചെയ്യാനും ഒക്കെ ഒരുപാട് സാധ്യതകളാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ എന്ന ട്രാവലിൻ്റെ കൂടെ ഗ്രഹമാണ്. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൂടെ രാഹു നിൽക്കുന്നവർക്ക് ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള യോഗമുണ്ട്. അതുപോലെ വ്യാഴം രാഹു ചന്ദ്രന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് വരാം. അതുപോലെ ഈ പറയുന്ന വ്യാഴം വീനസ് നല്ല രാഹു അതേമാതിരി ശനി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മൾട്ടി മില്യണർ യോഗ എന്ന് പറയും. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്തിയാട്ടിലെ കണക്ടിവിറ്റി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി കേതു ഒക്കെ കണക്ട് ചെയ്യുക, അതായത് ബുധനും കേതു കണക്ട് ആയിട്ടുണ്ടെന്നൊരു 100% ആൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുമെന്ന് പറയാം. അതേമാതിരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴം അതുപോലെ മെർക്കുറി ഈ പറയുന്ന ബുധനും ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, അതല്ല രീതിയിൽ വ്യാഴവും വീനസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹൗസ് നല്ല വീട് വാങ്ങിക്കാൻ, അതിൻ്റെ കൂടെ നല്ല രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 വീടൊക്കെ വായിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ വ്യാഴവും ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലാൻഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹു ഒക്കെ കൂടി നിൽക്കാവുന്നവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 1-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ ഈ വ്യാഴം രാഹു ഒക്കെ ചില ആൾക്കാർക്ക് ചേർന്ന് നിൽക്കുന്ന വൃത്തിയായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള കൊച്ചിലെ ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബർത്തിയായിട്ടിലെ കണക്ടിവിറ്റി അത് ആമുഖമായിട്ട് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇത് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം ജൂൺ 2 വ്യാഴം കർക്കിടക രാശിയിലോട്ട് മാറുകയുണ്ടായി. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒക്ടോബർ 31 മാറുന്ന വ്യാഴം ജൂൺ 24 തിരിച്ച് പിന്നെയും കർക്കിടക രാശിയിലോട്ട് വരുന്നു. അപ്പൊ ഏകദേശം ഒരു 84-85 ദിവസമാണ് നമുക്കൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒരു പീരീഡ് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഈ ഒക്ടോബർ 31 മുതൽ ജൂൺ 24 വരെയുള്ള ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും നല്ലതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുത്തരും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ നമുക്കിപ്പോൾ വ്യാഴത്തിന്റെ കാര്യം കൺസിഡർ ചെയ്തു. എന്നാൽ 2027 ജൂണില് വീണ്ടും വ്യാഴത്തിന്റെ ട്രാൻസിഷൻ വരുന്നുണ്ട്. അല്ലെന്ന് ഈ പറയുന്ന ഗോചാരത്തിലോട്ട് രാശി പരിവർത്തനവും നടക്കുന്നുണ്ട്. അതുപോലെ ശനിക്കാണേലും 2027 മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ശനി സഞ്ചരിക്കുന്ന മീനൻ രാശിയിലാണ്. ജൂൺ 3 2027 ശനിയും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുക്കൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഹു കേതുക്കളുടെ ട്രാൻസിഷൻ പറഞ്ഞു 1.5 വർഷമാണ്. അപ്പം രാഹു കേതുക്കള് ഡിസംബർ 5 2026, അതായത് ഈ വർഷം തന്നെ 2026 ഡിസംബർ 5 രാഹു കേതു മാറുന്നുണ്ട്. രാഹു കേതു മാറുന്ന രണ്ടും ഒറ്റ ടൈമിലാണ് മാറുന്നത്. സാധാരണ ഗ്രഹങ്ങൾ മാതിരിയല്ല,
കാരണം ഇവിടെ ഗ്രഹണമൊക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹു കേതുക്കൾ. പല രീതിയിലും പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുത്തരാൻ കഴിവുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ വ്യാഴം പലതും അനുകൂലമായിട്ട് തരുന്നത്, കാരണം വ്യാഴം നമുക്ക് നല്ല ചിന്താഗതികളെ നന്മ മാത്രം കൊണ്ടുത്തരുള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ഈ രാഹു കേതു മാറുമ്പോൾ നമുക്ക് ചില രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. 2026 ഡിസംബർ 5-ാം തീയതി 8:03 PM രാഹു കേതുക്കളുടെ രാശി പരിവർത്തനം നടക്കും. രാഹു ഇവിടെ കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലോട്ട് വരുന്നു. അതുപോലെ കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കടക രാശിയിലോട്ട്. കാരണം ഇതെപ്പോഴും ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഈ ഒരു 2 ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫലപ്രവചനത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല ഇനിമേ. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റുകൾ നോട്ട് ചെയ്യണം. ആ മാസം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്, നമ്മളെ ത്രൂ ഔട്ട് ലൈഫിലെ കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കണക്ക് വെക്കാൻ. കാരണം നമ്മുടെ ബർത്തിയായിട്ട് ചില യോഗം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ എവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ എ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയെയും ഓരോ സൃഷ്ടിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഓരോ കർമ്മം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മളിവിടെ നിയോഗിച്ചേക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം ബർത്തിയായിട്ട് നമുക്ക് ഒരു 50% ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി 25% നമ്മുടെ നല്ല കർമ്മങ്ങൾ. അതേമാതിരി ഇന്നത്തെ കാലത്ത് ഈ ന്യൂമറോളജിക്കലി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക്, ചില നമ്പേഴ്സിൻ്റെ എനർജി കയറി ബാലൻസ് ആയിട്ട് പല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് മൊബൈൽ ന്യൂമറോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ന്യൂമറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, പല ഇമ്പാക്റ്റുകൾ വരാറുണ്ട്. അതേമാതിരി വാസ്തുപരമായിട്ടുള്ള പല രീതിയിലുള്ള ചില ഡയറക്ഷനിലൊക്കെ കൊണ്ട ടോയ്ലറ്റുമൊക്കെ പ്രത്യേകിച്ച് നോർത്തൊക്കെ എന്നുള്ള ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്. ബിസിനസ്സിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് ഭരിക്കുന്നത്. അതുപോലെ വെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലിന് തടസ്സം അങ്ങനെയുള്ള ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നാൽ, അതുപോലെ സൗത്ത് ഈസ്റ്റിലൊക്കെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. പല രീതിയിലുള്ള പൈസ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൈസ നഷ്ടപ്പെടുക, പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ദാരിദ്ര്യം അനുഭവിക്കുക, നമ്മുടെ സമ്പത്ത് നശിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോ ഡയറക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കും ഇതൊക്കെ ചുമ്മാന്ന്, കാരണം ഇത് പ്രകൃതി എനർജി, ഇവിടെ ജാതി മതങ്ങളും ഒക്കെ എന്നുള്ള മനുഷ്യരാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ മാക്സിമം പറ്റുന്നത് എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 10% പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മമാണ് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കാനുള്ള. ഒരു പാവങ്ങൾക്കില്ലാത്ത ഒരു വയറൊട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ പലതും നമുക്ക് പോസിറ്റീവായിട്ട് വരും. അല്ലാതെ അടുത്ത ഇന്ന ആൾ ഒരുപാടുണ്ട് നമ്മളങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പ്രകൃതിക്ക് ഒരു എനർജി ഉണ്ട്, അതെപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ മേജർ ട്രാൻസിഷൻ പീരീഡ് പറഞ്ഞു, ശനിയുടെ പറഞ്ഞു, രാഹു കേതുക്കളെ പറഞ്ഞു, വ്യാഴത്തിൻ്റെ പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ട്രാൻസിഷൻ പീരീഡ് വളരെ കുറവാണ്. ചൊവ്വാഴ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 48 ദിവസം വേണമെന്ന് പറയാം. അതുപോലെ ശുക്രൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27 ദിവസം, ഒരു മാസം. അല്ലാതെ ബാക്കി മെർക്കുറി ബുധൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 15-18 ആ ഒരു രീതിയിൽ ഏകദേശം കണക്കൂട്ടിയാൽ മതി. കാരണം ഇതിനകത്തൊക്കെ വക്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആവറേജ് പല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നോക്കുക ഒരു മാസത്തിൽ താഴെ എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതുപോലെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ 2.25 ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളെ ഈ ഒരു വർഷം ഇവിടെ നടന്നിരിക്കും. പ്രത്യേകിച്ച് 2027 സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ പുതിയൊരു വൈറസ് വരാനുള്ളതും വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതായത് ലോക സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാനുണ്ട്. അത് ഈ ഒരു 2027 അടുത്ത വർഷത്തോടുകൂടി നടക്കും. അതുപോലെ പുതിയൊരു വൈറസ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അടുത്തടുപ്പിച്ച് അത് കഴിയുന്ന ഒരു സമയത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി, സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഫലമെന്ന് പറഞ്ഞാൽ പൊതുവെ മിക്സായിട്ടുള്ള റിസൾട്ടാകും. പല രാജ്യങ്ങൾക്കും അല്ല ലീഡർഷിപ്പിനും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. രക്തച്ചൊരിച്ചിലുകൾ അല്ല ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഇന്ത്യയിലും അല്ലാതെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പല സാധ്യതകളും. അപ്പോൾ ഈ ഒരു രാഹു കേതുക്കളുടെ മാറ്റം, ശനിയുടെ മാറ്റം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതേമാതിരി രക്തച്ചൊരിച്ചിലുകൾ, പ്രത്യേകിച്ച് ചൊവ്വാടൊക്കെ ചില ഇതിനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതുപോലെ പുതിയ വൈറസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ വർഷം ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ബൃഹനാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെയിം അലൈൻമെൻറ്റ് ബ്രാൻഡ് അലൈൻമെൻറ്റ് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒക്കെ ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി ബന്ധപ്പെട്ടായിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അലൈൻമെൻറ്റ് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളുണ്ടെന്നതിൽ അറിയിക്കുക. അതുപോലെ ഇവിടെ ഇതിനകത്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് പുതിയ പല സബ്ജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. കന്നിരാശി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നക്ഷത്രാധിപൻ ബുധനാണ്. അപ്പോൾ ഇതിൻ്റെ നാളുകൾ നോക്കിയിട്ട് ഉത്തര അത്തം ചിത്തിര, ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ 3 പാദങ്ങൾ അത്തം ചിത്തിരയുടെ പകുതി എന്നിവയാണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരത്തെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ബുധകർമ്മയാണ്. അതുപോലെ അത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ അത്തത്തെ കൺട്രോൾ ചന്ദ്രനാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ ചിത്തിര നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയാണ്, ശുക്രകർമ്മയാണ്. അപ്പോൾ കർമ്മ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ വ്യാഴം ഇവർക്ക് 11-നാണ് നിൽക്കുന്നത്. അപ്പോൾ പല രീതിയിൽ ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ച് പല രീതിയിൽ നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യം, ക്രിപ്റ്റോ ഫോറക്സ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാൻ ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വിവാഹം ആലോചിക്കുന്നവർക്ക് പുതിയ വിവാഹ ബന്ധം വരാൻ, പുതിയ വിവാഹാലോചനകൾ വരാൻ, അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് ബിസിനസ് പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള ഒരു വളരെ അനുകൂലമായിട്ടുള്ള പുതിയ പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങൾ വരാൻ, അതുപോലെ ഓൾഡ് ഡെപ്റ്റ് പഴയ കടങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല കിട്ടാൻ, കടങ്ങളൊക്കെ ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതുണ്ടെന്ന് വരിക, അങ്ങനെ കടങ്ങളൊക്കെ തള്ളണമെന്ന് വിചാരിച്ചിട്ട് കടങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാൻ, ബന്ധുപുത്രാദികളെ കണ്ടുമുട്ടാൻ ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ ഒരു രാശിക്കാർ. അതുപോലെ വീടൊക്കെ പാർട്ടീഷൻ ചെയ്യേണ്ട ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ ഈ വ്യാഴം ഒക്ടോബർ 31 മാറി ഏകദേശം ജാനുവരി 24 വരെ അടുത്ത രാശിയിലോട്ട് പോകുന്നു. അപ്പം ഈ വ്യാഴം പേർക്ക് 12 വരുന്നു. അപ്പോൾ ഈ പല രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലും പുതിയ വീട് വെക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി മോടി പിടിപ്പിക്കാൻ, അതുപോലെ വിദേശത്തൊക്കെ പോകാനൊക്കെ ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് എന്തെങ്കിലുമൊക്കെ നിന്നിരുന്ന ആൾക്കാർക്ക് അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അനാവശ്യ ചിലവുകൾ കുറയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ വണ്ടി വാങ്ങിക്കാൻ, വണ്ടി മോടി പിടിപ്പിക്കാൻ, വീട് വാങ്ങിക്കാൻ, വീട് മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേമാതിരി തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന ആൾക്കാർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറാനെടുക്കാനൊക്കെ ഉള്ള പുതിയ ജോബ് കിട്ടാനൊക്കെ ഉള്ളത് ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പല രീതിയിലുള്ള സാമ്പത്തികമായിട്ട് ഉയർച്ച വരാം, അൺഎക്സ്പെക്റ്റഡ് ചിലപ്പോൾ ലോണൊക്കെ അപ്ലൈ ചെയ്തിരുന്നവർക്ക് അത് പാസ്സായി വരാൻ, ലോണ് കിട്ടാൻ ഒക്കെ ഉള്ളൊരു വളരെ അനുകൂലമാണ്. അതേമാതിരി ഈ ശനിയുടേതായിട്ടുള്ള മാറ്റങ്ങൾ പല രീതിയിൽ അനുകൂലമാണ്. ശനി 7-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാൻ, നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനും, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും, അതേമാതിരി എല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വീട് വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി മോടി പിടിപ്പിക്കാൻ, അല്ലെന്ന രീതിയിൽ അവിടെ മെയിൻ്റനൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ വീട്ടിലെ അല്ലെന്ന രീതി വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ രാഹു കേതുക്കൾ ഈ ഡിസംബർ 5 മാറുന്നുണ്ട്. അപ്പോൾ ആ രാഹു കേതുക്കൾ മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ 12-ലായിരുന്നു ഇവർക്ക് കേതു. അപ്പോൾ ഈ കേതു 12-ൽ നിന്ന് 11-ലോട്ട് വരിക. അതുപോലെ രാഹുവിനെ നോക്കിക്കഴിഞ്ഞാൽ 6-ൽ നിന്ന് രാഹു 5-ലോട്ട് വരിക. അപ്പോൾ പല രീതിയിലുള്ള ഇവർക്കൊരു പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരാൻ, അല്ലെന്ന രീതിയിൽ ഒരു ചെറിയ വിഘ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാതിരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ കേതുവിൻ്റെ ആയിട്ടുള്ള മാറ്റം കൊണ്ട് വരാൻ, അതുപോലെ ട്രേഡിങ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങൾ, ഊഹക്കച്ചവടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അതിനൊരു തടസ്സം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ൽ നിന്ന് 5-ലോട്ടുള്ള ഒരു മാറ്റം എന്ന് പറയാൻ നമുക്കെന്തെങ്കിലും നല്ല പ്രണയബന്ധങ്ങളുണ്ടായിരുന്നത് അതിനിടയ്ക്കൊരു വിള്ളലുണ്ടാകാൻ, അല്ലെന്ന രീതിയിൽ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അതിൽ നിന്നൊരു ചെറിയ തടസ്സങ്ങളുണ്ടാകാൻ, നല്ല ലവ് അഫെയർ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അവരൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു രാശിക്കാർക്ക് ഈ പറഞ്ഞത് രാഹു കേതുക്കളെ കൂടെ പോസിറ്റീവ് ആക്കേണ്ടതാക്കുന്നുണ്ട്.
അപ്പോൾ രുദ്രാഭിഷേകം ചെയ്യുക നല്ലതാണ്. നിങ്ങളുടെ ഈ ഓരോ നാളിൽ വരുമ്പോഴത്തേനും രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്, രാഹുഗതുക്കളെ പോസിറ്റീവാക്കാനും. അതുപോലെ ഗണപതിക്ക് എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുന്നത്, ഗണപതിക്ക് കർഗദാനം ചെയ്യുന്നത്, അതുപോലെ മുരുകന് കൽക്കണ്ടം ദാനം ചെയ്യുന്നത്, അതുപോലെ പനിനീര് ദാനം ചെയ്യുന്നത്, അതൊക്കെ രാഹുവിനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ്. ഇതുകൂടാതെ എരിശൻ്റായിട്ടുള്ള പല രീതിയിലുള്ള ഇതുണ്ട്. ഭൈരവന് കണ്ണ് ദാനം ചെയ്യാം, അല്ലെങ്കിൽ ഇരിപ്പോയില്ല ബീഡി ഇങ്ങനെയൊക്കെ ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാളിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണെന്ന് പറയും. അപ്പോൾ ബുധനെ പോസിറ്റീവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ബുധൻ്റെ സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ബുധന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ ഗുരുവായൂർ അപ്പൻ്റെ അമ്പലം, ഗുരുവായൂരമ്പലം അല്ലെ കൃഷ്ണൻ്റെ അമ്പലം ഇങ്ങനെയൊക്കെ പോകുന്ന ബുധനുമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം ഒരു ബുധൻ്റെ സ്തോത്രം, മഹാവിഷ്ണുവിൻ്റെ ആയിട്ടുള്ള പല ശ്ലോകങ്ങൾ ജപിക്കുന്നത്, കൃഷ്ണൻ്റെമായിട്ട് ബന്ധപ്പെട്ടത്, ഇതൊക്കെ ബുധൻ്റെ ഒരു റേഡിയേഷനെപ്പെട്ടാണ്. അതുപോലെ ഉത്തരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സൂര്യനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ അത് ബുധകർമ്മയാണ്. അപ്പോൾ ഈ സൂര്യന് വേണ്ടിയുള്ള സൺ മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ ഗോതമ്പ് ദാനം ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന സൂര്യനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതേമാതിരി സൂര്യന് ജലം ദാനം ചെയ്യാം. ഈ ബുധന് വേണ്ടി സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഉത്തരനാളുകാർക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരു അഡ്വർടൈസ്മെൻറ്റിലേറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ നാളുകാരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രനാണ് ഭരിക്കുന്നത്, അതുപോലെ ഗുരുകർമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ആയിട്ടുള്ള ഫുഡ് ദാനം ചെയ്യുക, ജലം ദാനം ചെയ്യുക, ജലം പാഴാക്കാതിരിക്കുക, അതുപോലെ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് അതിനൊക്കെ ഒരു ഫുഡ് ഒക്കെ ദാനം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് ഈ പറഞ്ഞ ചന്ദ്രനൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള വളരെ അനുകൂലമായിട്ടുള്ള കർമ്മമാണ്. അതുപോലെ പാല് ദാനം ചെയ്യുക, അതുപോലെ ഗുരുവിന് വേണ്ടിയുള്ള കടല ദാനം ചെയ്യുക, അതൊക്കെ നിന്ന് ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. മഞ്ഞ മണി ദാനം ചെയ്യാം, മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഒക്കെ ഗുരുവിനെ പോസിറ്റീവ് ആക്കാൻ. അപ്പോൾ ഈ നാളുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ചിത്ര നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വായും ശുക്രകർമ്മം, അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക. അതുപോലെ വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുക, അല്ല ലിപ്സ്റ്റിക്ക്, കൺമഷി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അല്ല മേക്കപ്പ് സെറ്റ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ദാനം ചെയ്യുക. പ്രത്യേകിച്ച് 12-24 വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ചൊവ്വായൊക്കെ പോസിറ്റീവ് ആക്കാൻ ബ്ലഡ് ദാനം ചെയ്യുക, ചുവന്ന പട്ട് ദാനം ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ ചൊവ്വായ വ്യാഴമൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഉണ്ടെന്ന് വേണ്ടിയിട്ട് അവർക്ക് ആക്സിഡൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആക്സിഡൻറ്റ് അല്ല സർജറികളൊക്കെ നടക്കാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസിഷന് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ബ്ലഡ് ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്ലഡ് റെമഡിയൊക്കെ ചെയ്തു പോകുന്നത് നല്ലതാണ്. അത് പല നമ്മുടെ വീഡിയോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനുള്ളത്.